പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനനെ കുറിച്ച് ആൻമേരിയ പറയുന്നത് ഈ അവാർഡ് വാങ്ങാൻ വന്ന പെൺകുട്ടിക്ക് ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുന്നു. 5 വയസ്സിൽ തുടങ്ങി അച്ഛൻ്റെ കൈ പിടിച്ച് നടക്കുന്ന സമയത്ത് തന്നെ അച്ഛനെ സഹായിച്ചും ജോലി ചെയ്തും നടന്നൊരു പെൺകുട്ടി ഒരു പഠിച്ച് പരീക്ഷയും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്വന്തമായി നയന കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസൈൻ ആർട്സ് അങ്ങനത്തുള്ള ഒരു സ്ഥാപനം തുടങ്ങി. അതും വിജയിച്ചു നല്ല രീതിയിൽ. പിന്നീട് അനന്തമൂർത്തി സാറിൻ്റെ കൊച്ചുമകനായ ആദർശിൻ്റെ ഭാര്യയായി അവിടെ എത്തുന്നതും നയനയുടെ കഴിവുകൾ പുറത്ത് കൊണ്ടുവന്നതും അദ്ദേഹമാണ്. അങ്ങനെ ഇനി മൂർത്തീസ് ജ്വല്ലറിയുടെ ഡിസൈനറായിട്ട് ജോലിയിൽ കയറുകയും ഇപ്പോൾ ആരും കണ്ടാൽ കൊതിക്കുന്ന രീതിയിലുള്ള ഡിസൈനൊക്കെ ചെയ്ത് ഈ അവാർഡിന് അർഹയായത് ഈ പെൺകുട്ടിയാണ്. അങ്ങനെ ഈ നയന മാഡത്തിന് ഈ അവാർഡ് കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ നയന മാഡത്തിനോട് 2 വാക്ക് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നയന മാഡം 2 വാക്ക് പറയണം എന്ന് പറഞ്ഞപ്പോൾ നയന വേഗം എഴുന്നേറ്റ് വന്നിട്ട് പറയും, ഞാൻ വരിക പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ഞാനതൊന്നും ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. എനിക്കൊരു അവാർഡിനോടൊന്നും താല്പര്യമില്ല. നല്ല അർഹയായ ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് അവാർഡ് കിട്ടാത്തതിൽ നിരാശയായി നടക്കുന്നവരുണ്ട്. അവർക്കൊക്കെ അവാർഡ് കിട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവാർഡ് കിട്ടത്തക്ക രീതിയിലുള്ള ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ കഴിവുകൾ ഞാൻ പുറത്ത് കൊണ്ടുവന്നു. എൻ്റെ ഡിസൈനുകൾ മറ്റാരേക്കാളും പിന്നിലല്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് ഞാനൊരു കാര്യം ഇവിടെ പറയാണ്, ഈ അവാർഡ് ഞാൻ സ്വീകരിക്കില്ല എന്ന് പറയും. അങ്ങനെ സ്റ്റേജൊക്കെ ആകെ ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന അൻമരിയെയും അതുപോലെ തന്നെ ഗ്രേസിയും അതേപോലെ തന്നെ നമ്മുടെ ദേവയാനിയും ആകെ ഞെട്ടി നിൽക്കുന്നു. എന്താ മേഡം ഈ പറയുന്നതെന്ന് വെച്ചപ്പോൾ, നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ ഈ അവാർഡ് സ്വീകരിക്കില്ല, വേറെ ആരെങ്കിലും ഈ അവാർഡ് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ, ഇവിടെ ഇത്രയധികം ആൾക്കാർ നിൽക്കുമ്പോൾ അതുപോലെ തന്നെ ക്യാമറയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേന്ന് ചോദിക്കും. അതൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ അതൊക്കെ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യാണ്ടിരുന്നാൽ പോരെ, ഞാനാണെങ്കിൽ അവാർഡ് വാങ്ങുന്നില്ല എന്ന് പറഞ്ഞു, നമ്മൾ കുറച്ച് പേരല്ലേ ഇവിടെ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ദേവയാനി പെട്ടെന്ന് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാണ്ട് ചാടി എഴുന്നേൽക്കും. അത് നീ മാത്രം അങ്ങോട്ട് തീരുമാനിച്ചാൽ മതിയോ? ഞാനടക്കമുള്ള എത്ര പേര് അംഗങ്ങളായിട്ടുള്ള ഈ സംഘടനയിൽ ഇവരെ അപമാനിക്കാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല. ഈ അവാർഡ് മേടിച്ചിട്ട് നീ എൻ്റെ വീട്ടിൽ കയറിയാൽ മതി എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാം എന്ന് നയന പറയും. ഇങ്ങനെ വാശി പിടിക്കാൻ മാത്രം നിനക്ക് ഇത്രയ്ക്ക് സാമർത്ഥ്യമായോ? നീ എല്ലാവരേക്കാളും മുന്നിലായി എന്നൊരു തോന്നലാണോ നിനക്കെന്നൊക്കെ ചോദിച്ചപ്പോൾ, അമ്മ എന്ത് പറഞ്ഞാലും ശരി തന്നെ, ഞാൻ ഈ അവാർഡ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയും. അങ്ങനെ ദേവയാനി സ്റ്റേജിലേക്ക് കയറി വരും. അപ്പോൾ ആൻമരി പറയും, നിങ്ങളുടെ വഴക്ക് തീർക്കുന്ന ഒരു സ്ഥലമല്ലത്, ദൈവത്തെ ഓർത്ത് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ വഴക്കൊന്നും കൂടല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ, ശരി ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഈ അവാർഡ് വാങ്ങാം. പക്ഷേ ആൻമരിയോടൊരു കാര്യം, ഈ അവാർഡ് ദാനച്ചടങ്ങ് ഉണ്ടാക്കിയത് ആരാണോ, ഈ അവാർഡ് തരാൻ അതുപോലെ തന്നെ ഈ ചെലവുകളൊക്കെ വഹിച്ചത് ആരാണോ അവർ തന്നെ എനിക്ക് അവാർഡ് തരണം, പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ ഈ അവാർഡ് സ്വീകരിക്കുള്ളൂ എന്ന് പറയും. ദേവയാനിക്കാണെങ്കിൽ പെട്ടെന്ന് ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെന്താ സംശയം ദേവയാനി അവാർഡ് കൊടുത്തോളൂ നയനയ്ക്ക് എന്ന് തന്നെയാണ് ഗ്രേസിയും പറയുന്നത്. ആ സമയത്ത് നയന പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അനിയത്തി ഈ അടുത്തൊരു കേസിൽ പെട്ടു. ആ കേസ് എൻ്റെ അനിയത്തി സ്വന്തമായി വാദിച്ച് ജയിച്ചത്. പക്ഷേ എൻ്റെ അനിയത്തിക്ക് പ്രചോദനമായി നിന്നത് ഒരു മാരാർ വക്കീലാണ്. അദ്ദേഹത്തിന് ഫീസ് കൊടുക്കാൻ ഞാൻ പറഞ്ഞപ്പോഴും അദ്ദേഹം പേടിച്ചില്ല. പക്ഷേ എൻ്റെ അമ്മായിയമ്മ എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം എൻ്റെ അമ്മായിമ്മനെ ഞാൻ സംശയിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് ദിവസമായിട്ട് എൻ്റെ മനസ്സ് എന്തൊക്കെയോ ഒരു സംശയങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മായിമ്മരെ പിന്നാലെ തന്നെയായിരുന്നു. ആ സമയത്താണ് എൻ്റെ അമ്മായിയമ്മ എൻ്റെ അനിയത്തിക്ക് വേണ്ടി കേസ് വാദിച്ച മാരാർ വക്കീലുമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടത്. ആ കാഴ്ച കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി വക്കീലിനുള്ള ഫീസ് എൻ്റെ അമ്മായിമ്മ നേരത്തെ എത്തിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എന്ന്. പിന്നീട് പല കാര്യങ്ങളും നയനങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് കരൾ തന്ന പെൺകുട്ടി ആരാണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ആ പെൺകുട്ടിയോട് അമ്മയ്ക്ക് അമിതമായ സ്നേഹമുണ്ടെന്നും ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ദേവയാനിക്ക് ഒന്നും മിണ്ടാൻ പറ്റാനില്ല. ഓടി വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ നയനനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് പറയുന്നു, മോളെ അമ്മയ്ക്ക് തെറ്റുപറ്റിപ്പോയി, അമ്മയോട് ക്ഷമിക്കണം, നിൻ്റെ മനസ്സമ്മയ്ക്ക് കാണാൻ പറ്റിയില്ല, അന്ന് അമ്മയ്ക്ക് കാഴ്ച ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ 2 പേരും കൂടെ അമ്മ നിൻ്റെ മുന്നിൽ തോറ്റു എന്ന് പറഞ്ഞപ്പോൾ, അമ്മ ആരുടെ മുന്നിലും തോറ്റിട്ടില്ല, അമ്മ ആരുടെ മുന്നിൽ തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് 2 പേരും കൂടെ കുറേ സമയം അങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട്. ആ സമയത്ത് ഗ്രേസി പറയും, അപ്പോൾ പിന്നെ ഇനി ദേവയാനി ധൈര്യപ്പെട്ട് നയനയ്ക്ക് അവാർഡും കൊടുത്തു 2 വാക്ക് സംസാരിക്കുകയും ചെയ്തോളാൻ പറയും. അപ്പോൾ സംസാരിക്കാമെന്ന് പറഞ്ഞ് ദേവയാനി
സ്റ്റേജിൽ കയറി സംസാരിക്കണേ പറയുന്നുണ്ട്. എൻ്റെ മോനെ എനിക്ക് എൻ്റെ പ്രാണനാണ്. എല്ലാ അമ്മമാർക്കും അങ്ങനെ ആയിരിക്കും. പക്ഷെ അതിനേക്കാൾ എല്ലാവരേക്കാളും കൂടുതൽ കുറച്ച് ഞാൻ അവനെ സ്നേഹിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയെ എൻ്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടി അല്ലാത്തത് കൊണ്ട് ഞാൻ ഒരുപാട് വെറുത്ത് മുഖം മറിച്ച് സ്റ്റേജിൽ വിവാഹപ്പന്തലിലേക്ക് വന്ന് വിവാഹം കഴിച്ച ഈ എൻ്റെ മരുമകളെ വീട്ടിൽ കയറ്റാൻ ഞാൻ കൂട്ടാക്കിയില്ല എന്നൊക്കെ പറയുന്നത്. മാത്രമല്ല എൻ്റെ മോനും ഞാനും കൂടി ഒരുപാട് വേദനിപ്പിച്ചിട്ടും ഉപദ്രവിച്ചിട്ടുണ്ട് എൻ്റെ മരുമോളെ എന്ന് പറയും. അപ്പം നയനതൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ കണ്ണീരോടെ നോക്കി നിൽക്കുകയായിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അവൾ പുറത്ത് പോകാൻ ഞാൻ ആഗ്രഹിച്ചു. കൂട്ടത്തിൽ അവളുടെ സ്വന്തം ചേച്ചിക്ക് കലക്കി വെച്ച പാലാണ് ഞാനെടുത്ത് കുടിച്ച് ഹോസ്പിറ്റലായത്. അതുപോലും ചിന്തിക്കാനുള്ള ബോധമില്ലാതെ ഞാൻ എൻ്റെ മരുമകളെ എന്നെ കാണാൻ വന്ന സമയത്ത് ഞാൻ ആട്ടിപ്പായിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നയനയുടെ മുന്നിൽ വെച്ച് ദേവയാനി പൊട്ടിക്കരയാണ്. എന്നിട്ടും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ക്രൂരത. മണ്ഡല സമയത്ത് 60 ദിവസം എൻ്റെ മോനെ കൊണ്ട് ഞാൻ വ്രതെടുപ്പിച്ച് എൻ്റെ മരുമകളും മകനും തമ്മിൽ ഇഷ്ടത്തിലായി എന്നറിഞ്ഞത് കൊണ്ടാണ് ഞാൻ ആ ചതി ചെയ്തത്. അവർ തമ്മിൽ ഒന്നിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു കുട്ടി ഉണ്ടായാൽ പിന്നെ എൻ്റെ മരുമകളെ പുറത്താക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായി മോളെ, ആ പാലിൽ വിഷം കലർത്തിയത് ഭഗവാനാണെന്നുള്ള കാര്യം. അതുകൊണ്ടാണ് ഞാൻ അത്രയ്ക്കും ക്രൂരനായത് എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങനെ മരണത്തോട് മല്ലിട്ട് കിടന്നത്. എന്നിട്ട് പിന്നെ എന്താ ദേവയാനി, ഈ സത്യങ്ങളൊന്നും നയനയോട് പറയാഞ്ഞെന്ന് ചോദിക്കും. അത് പിന്നെ നയന വീട്ടിലേക്ക് പോയപ്പോൾ നയന ഒരു തീരുമാനം എടുത്തിരുന്നു. അമ്മായിമ്മ വന്ന് വിളിച്ചാൽ മാത്രമേ വരുള്ളൂ. പിന്നീടുള്ള എൻ്റെ അന്വേഷണം മുഴുവനും ഹോസ്പിറ്റലും മറ്റുള്ള കാര്യങ്ങളിലും പോയി. എനിക്ക് കരൾ തന്ന പെൺകുട്ടി ആരാണെന്ന് ലാസ്റ്റ് ഞാൻ അറിഞ്ഞു. പക്ഷെ അത് ഞാൻ ഇവിടെ പറഞ്ഞില്ല. കാരണം ആ പെൺകുട്ടി അന്വേഷിച്ച് നടന്നപ്പോഴൊക്കെ ഇവരെല്ലാവരും ചിരിക്കുകയായിരുന്നു. ഇവരാരും എന്നോടൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ നയനനെ തിരിച്ചറിഞ്ഞ കാര്യം ഞാനും പറയാഞ്ഞത്. ഞാനും അവരായിട്ട് ഒന്ന് കുരങ്ങ് കളിപ്പിക്കാമെന്ന് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേവയാനി ഇങ്ങനെ പൊട്ടി കരയണ് നയനനോട്. എന്നിട്ട് എന്നോട് ക്ഷമിക്കണം മോളെ, അമ്മയ്ക്ക് തെറ്റ് പറ്റിയെന്ന് വീണ്ടും പറഞ്ഞു കഴിഞ്ഞിട്ട് കരയണ്. എന്നിട്ട് നയനയും ദേവയാനിയും വീണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇനി ധൈര്യപ്പെട്ട് നയന മേഡത്തിന് അവാർഡ് കൊടുക്കാൻ അർഹയായത് നമ്മുടെ ദേവയാനി ആൻറ്റി തന്നെയാണെന്ന് നമ്മുടെ ആൻമരിയ പറയണേ. അതിനുശേഷം മൊമെൻറ്റും അതുപോലെ തന്നെ അവാർഡൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ദേവയാനി സന്തോഷപൂർവ്വം ആ അവാർഡ് വാങ്ങി കഴിഞ്ഞിട്ട് നയനയുടെ കയ്യിൽ കൊടുക്കും. നയനയും സന്തോഷത്തോടെ തന്നെ വാങ്ങി അമ്മ മകളുടെ നെറുകയിൽ ഉമ്മ വയ്ക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.